സുപ്രീം കോടതി കൊളീജിയത്തിന് മുമ്പാകെ ഹാജരാകണമെന്നായിരുന്നു അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിന് കിട്ടിയ നിർദ്ദേശം. അദ്ദേഹം ഹാജരായി. ഇപ്പം സുപ്രീം കോടതിയുടെ ഒരു വിലയിരുത്തലും അദ്ദേഹം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ്. വലിയ രീതിയിൽ വിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ വിവാദപരമായ VHPയുടെ വേദിയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വേദിയിലെ പ്രസംഗം. എന്താണ് ഈ കൊളീജിയം ബോർഡ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? അതായത് ഇദ്ദേഹത്തിനെതിരെ വലിയ പരാതി ഉയർന്നിരുന്നു. കപിൽ സിബലിൻ്റെ നേതൃത്വത്തിലാണ് സുപ്രീം കോടതിയിലേക്ക് പരാതിയുമായിട്ട് പോയത്. ഇദ്ദേഹം വിദ്വേഷ പ്രസംഗം നടത്തി ഒരു പ്രത്യേക മതവിഭാഗത്തെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം. അതിന് രാഷ്ട്രപതിയെ സമീപിച്ചു എന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്താണ് അതിലെ ഒടുവിലത്തെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ഇദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചു. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ആ പ്രസംഗത്തിൻ്റെ ടേപ്പ് വാങ്ങിച്ചിട്ട്, അതിൻ്റെ ദൃശ്യങ്ങളടങ്ങിയ ടേപ്പ് വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിനോട് ഹാജരാകാൻ പറഞ്ഞു. ഇദ്ദേഹം ഹാജരായി. എന്തായാലും ഇദ്ദേഹത്തിനെതിരായ ഇംപീച്ച്മെൻറ്റ് നടപടികൾക്ക് സുപ്രീം കോടതി കൊളീജിയം, ജഡ്ജിമാരുടെ കൊളീജിയം അനുമതി കൊടുക്കില്ല എന്നാണ്, അതിന് വിസമ്മതിച്ചു അവർ എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. എന്തായാലും ശേഖർ കുമാർ യാദവ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊളീജിയത്തിൻ്റെ തണലിൽ രക്ഷപ്പെട്ടു, ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇംപീച്ച്മെൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സാങ്കേതികമായിട്ട് പൂർണ്ണമായിട്ടും അത് ആയിട്ടില്ല എങ്കിലും ഇതിവിടെ ഈ ശേഖർ കുമാർ യാദവ് ഗൗതം പറഞ്ഞതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു വേദിയിൽ പ്രസംഗിച്ചതാണ് വിവാദങ്ങൾക്ക് കാരണം. അതെടുത്ത് ചില ആൾക്കാർ വലിയ വിഷയമാക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനോട് സുപ്രീം കോടതി വിശദീകരണം ചോദിച്ചു. പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അതാണ്. വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മുഴുവൻ പ്രസംഗവും കേൾക്കാതെ ഒരു പ്രത്യേക ഭാഗം മാത്രം അടർത്തിയെടുത്ത് അതിനെ വിവാദമാക്കുകയാണ് പലരും ചെയ്തത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു മതത്തിനെ പുകഴ്ത്തുകയോ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തുകയോ ചെയ്തില്ല. ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ മുന്നിലുള്ള ഒരു ജഡ്ജി എന്നുള്ള നിലയ്ക്ക് എൻ്റെ മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അത് മുഴുവനും കേട്ടാൽ, എൻ്റെ പ്രസംഗം മുഴുവനും കേട്ടാൽ അതിലെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് അദ്ദേഹം കൊടുത്ത വിശദീകരണം. എന്തായാലും ആ വിശദീകരണം കൊളീജിയം സ്വീകരിച്ചു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊളീജിയം വേറെ ചില കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് പൊതുപ്രസ്താവനകൾ ജുഡീഷ്യറിയുടെ അന്തസ്സും മര്യാദയും പാലിച്ചുകൊണ്ടായിരിക്കണം. ശേഖർ കുമാർ യാദവിനോടാണ് പറയുന്നതെങ്കിലും അത് എല്ലാ ജഡ്ജിമാർക്കും ബാധകമാണ്. അറിയാലോ, കൊളീജിയം പറയുമ്പോൾ അത് കൃത്യമായിട്ടും ജഡ്ജിമാർക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഉയർന്ന പദവികളിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അടക്കം, നമ്മുടെ എന്താ പറയുക, ഭരിക്കുന്നവരടക്കം, ജനപ്രതിനിധികളടക്കം ഉള്ളവർക്ക് അവരെല്ലാം ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് പൊതുവായിട്ട് പൊതുവേദിയിൽ നിന്ന് പറയുമ്പോൾ അത് വഹിക്കുന്ന പദവിയുടെ അന്തസ്സും മാന്യതയും കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത്. അല്ലാതെ അവിടെ പോയിട്ട് തോന്നിയാസം പറഞ്ഞ് പദവിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിവാദമുണ്ടാക്കി ആക്ഷേപം നേരിടേണ്ടി വരരുത് എന്നാണ് കോടതി പറഞ്ഞത്. അതായത് ഒരു പദവിയിൽ ഇരിക്കെ തന്നെ മറ്റൊരു വേദിയിൽ പോയിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ജഡ്ജ് നടത്താൻ പാടില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് ഇതിലൂടെ അത് കോടതി കൊളീജിയം പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അതെ, ഇതിപ്പോൾ ഇദ്ദേഹം നടത്തിയോ ഇല്ലയോ എന്നുള്ള ഒന്നും സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊളീജിയം വെളിപ്പെടുത്തിയിട്ടില്ല. ഇദ്ദേഹം നടത്തിയത് രാജ്യത്തിന്റെ കാര്യങ്ങൾ ഭൂരിപക്ഷ തീരുമാനപ്രകാരമായിരിക്കണം നടക്കേണ്ടത് എന്നാണ്. ഭൂരിപക്ഷ തീരുമാനപ്രകാരമായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞത്. നടക്കേണ്ടതെന്നല്ല, അങ്ങനെ ആയിരിക്കും നടക്കുക എന്നാണ്. ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ കൊളീജിയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഇത് ഇന്നലെ, അതായത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇദ്ദേഹം ഹാജരായതെന്നാണ് അറിയുന്നത്. സഞ്ജീവ് ഖന്ന, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള കൊളീജിയത്തിന് മുമ്പാകെയാണ് ഹാജരായത്. എന്തായാലും ഇംപീച്ച് ചെയ്യാൻ കൊളീജിയം ശുപാർശ നൽകില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. പക്ഷേ ഇദ്ദേഹത്തിനോട് താക്കീത് കൊടുത്തു എന്നാണ് പറയുന്നത്. പദവി അറിഞ്ഞ് സംസാരിക്കണം, അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ചെയ്തത് തെറ്റാണ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരു ജഡ്ജിയാണ്. ഈ നിരീക്ഷണത്തിലൂടെ താക്കീത് നൽകി പുറത്തു വരുന്ന വാർത്ത ഞാൻ മുഴുവനും പറഞ്ഞ് കേട്ടിട്ട് നമുക്ക് ഒരു നിർണയത്തിലേക്ക് എത്താം. അതല്ലേ നല്ലത്. ഇദ്ദേഹം ഒരു ജഡ്ജിയാണ്. ഈ ജഡ്ജിമാരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഇല്ല. കൊളീജിയത്തിന് പറയാം, പക്ഷെ നമ്മൾ സാധാരണ പൗരന്മാരാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരുപാടൊന്നും ആ വിഷയത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല.
ഈ ഇത് ഡിസംബർ 8-ാം തീയതി നടന്ന ഒരു യോഗത്തിലാണ് ഇത് ഇദ്ദേഹം പറഞ്ഞത്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ. അവിടെ പറഞ്ഞത് അതിൻ്റെ പൂർണ്ണ രൂപം ഹൈക്കോടതി പിന്നെ കൈമാറണമെന്ന് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ എഴുതിയ കുറിപ്പും വീഡിയോയും കൈമാറി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഈ രാജ്യത്ത് ഭൂരിപക്ഷത്തിൻ്റെ അഥവാ ഹിന്ദുക്കളുടെ താല്പര്യപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്ന് ശേഖർ യാദവ് പറഞ്ഞതായിട്ടാണ് വാർത്ത പുറത്തു വന്നത്. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് കോടതിയാണല്ലോ പറയേണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയാണത് തീരുമാനം പറയേണ്ടത്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കേസ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിൻ്റെ ഭരണഘടനാപരമായ ആവശ്യകത എന്ന വിഷയത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറയേണ്ടി വരും. അതൊരു വാസ്തവമാണ്. അത് അദ്ദേഹം എത്ര മര്യാദയോടെ പറഞ്ഞു, എങ്ങനെയെല്ലാമാണ് അത് അവതരിപ്പിച്ചത്, എന്തൊക്കെ വിവാദം അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആ പ്രസംഗം കേട്ടാലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം വാർത്തകൾ ഏത് രീതിയിലും വളച്ചൊടിക്കപ്പെടും. അദ്ദേഹത്തിനെ അനുകൂലിച്ചും അദ്ദേഹത്തിനെ പ്രതികൂലിച്ചും വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. കൊളീജിയത്തെ വിശ്വസിക്കേണ്ട, നമുക്ക് കൊളീജിയത്തെ വിശ്വസിക്കാം. നമ്മുടെ നാട്ടിൽ വരുന്ന അതാണല്ലോ ഞാൻ പറഞ്ഞത്. അവസാനം കൊളീജിയത്തെ നമുക്ക് വിശ്വസിക്കാം. കൊളീജിയം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡിന് ഭരണഘടനാപരമായി തന്നെ അനിവാര്യമുണ്ട്. അതൊരു അനിവാര്യതയാണ് എന്ന് ശേഖർ കുമാർ യാദവ് ആ സെമിനാറിൽ പറഞ്ഞു. പിന്നെ അത് സാമൂഹിക ഐക്യം, ലിംഗസമത്വം, മതേതരത്വം എന്നിവ ഉറപ്പ് നൽകുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ അദ്ദേഹം ഒരു മോശമായ പദപ്രയോഗങ്ങൾ അവിടെ നടത്തും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും നാക്കുപിഴയോ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു രണ്ട് തരത്തിൽ അർത്ഥം വരുന്നതോ ഒക്കെ ആയ കാര്യങ്ങൾ ഉണ്ടാകാം. അതിന് സാധ്യതയുണ്ട്, മനുഷ്യനല്ലേ. പക്ഷെ മനഃപൂർവ്വം ഒരു വിഭാഗത്തെ മോശക്കാരാക്കി ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊളീജിയം ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും. അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് താഴോട്ട് ജില്ലാ കോടതിയിലേക്ക് മാറ്റാം. ഈ പറയുന്ന പോലെ ഇംപീച്ചൊന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാം. കോടതി അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, ചില ഇപ്പോൾ ജഡ്ജിമാരോട് മാറി നിൽക്കാൻ പറയാം. അല്ല, ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ ഒരു ജഡ്ജി ഇംപീച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അത്തരം നടപടികളൊന്നും ഇവിടെ ഉണ്ടായതായിട്ട് വാർത്തയിൽ പറയുന്നില്ല. പുറത്തു വന്ന വിവരങ്ങളിൽ അതില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാത്തിരുന്നാൽ മാത്രമേ അതിനകത്ത് വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും ഹൈക്കോടതി ജഡ്ജിക്ക് ഒരു താക്കീത് കൊടുക്കാൻ സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊളീജിയം തയ്യാറായിട്ടുണ്ടാവും. കാരണം ഈ ജഡ്ജി എന്ന് പറയുന്നത് എപ്പോഴും അവർക്കറിയാമല്ലോ, പൊതുരംഗത്ത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ പെരുമാറുന്നത് പോലെ അവർക്ക് പെരുമാറാൻ പറ്റില്ല. അതിന് അവരുടെ പ്രോട്ടോക്കോൾ അത് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർക്ക് പൊതുവേദിയിൽ വരിക, സംസാരിക്കുക, ഇടപഴകുക. ഇപ്പോൾ ഗവർണർ ഒരു ഭരണഘടനാ പദവിയല്ലേ. ആ ഗവർണറെ നമുക്ക് സാധാരണ ഒരു പൗരനോട് പെരുമാറുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസറോട് പെരുമാറുന്നത് പോലെയോ, ഒരു രാഷ്ട്രീയ നേതാവിനോട് പെരുമാറുന്നത് പോലെയോ ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാളിനോട് പെരുമാറാൻ പറ്റില്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുപോലെയാണ് ജഡ്ജിമാർ ഭരണഘടനാ പദവിയാണ്. അത് വളരെ വലിയ അധികാരങ്ങളുള്ള ഒരു പദവിയാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാരും ആ പദവിയുടെ അന്തസ്സും മാന്യതയും കാത്തുസൂക്ഷിക്കണം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, സുപ്രീം കോടതി വ്യക്തമായിട്ട് പറയുന്നു, സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയരുത്, ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് കളയരുത് എന്ന് വെച്ച് അദ്ദേഹം വലിയൊരു കുറ്റം ചെയ്തു, വലിയൊരു ഈ 153A ഒക്കെ ഇട്ട് കേസെടുക്കുന്നതുണ്ടല്ലോ, മതപരമായ സ്പർദ്ധയുണ്ടാക്കാൻ വേണ്ടി പ്രസംഗിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ. അങ്ങനത്തെ ഒരു കേസ് എന്തായാലും ഒരു ജഡ്ജിക്കെതിരെ വരില്ല. പക്ഷേ ഈ ഇംപീച്ച്മെൻറ്റ് വേണം എന്ന് പറഞ്ഞു പോയ ആൾക്കാരും ചിന്തിക്കണം. ഒരു പ്രസംഗം നടത്തി, അത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഉള്ളൊരു സെമിനാറിൽ ഒരു പ്രസംഗം നടത്തി, അവിടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വന്നിരിക്കാം. അദ്ദേഹം അതിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തൻ്റെ പദവിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞത്. അതിനകത്ത് ചിലപ്പോൾ അതിൻ്റെ പരിധി ഒന്ന് ലംഘിച്ചിരിക്കാം. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുക, അതിന് പരാതി കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. അതിനെ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഒന്നും കാണരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാറ്റിനെയും രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ വളരെ ചെറിയൊരു കാര്യം തൊട്ട് ഏറ്റവും ഉന്നത തലത്തിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണ്. അത് വേണ്ട എന്നാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. ഒപ്പം ജഡ്ജിക്ക് കൃത്യമായ ഒരു താക്കീതും കൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തു.
പദവിയുടെ അന്തസ്സിന് യോജിക്കാത്ത വിധം സംസാരിക്കരുത്. ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഉവ്വ്. ഭരണകൂടത്തിന് മുകളിൽ മതം കയറിയാൽ ആ ഭരണകൂടം ഒരു അതെ, വളരെ ജീർണിച്ചതും വൃത്തികെട്ടതുമായ ഭരണകൂടമാകും. ഭരണകൂടമാണ്. അപ്പം മതം കയറാതെ വളരെ ഇമ്പാർഷ്യലായിട്ട് മതനിരപേക്ഷതയോടുകൂടി കൂടിയിട്ട് ഭരണകൂടവും പ്രവർത്തിക്കാൻ എല്ലാ അതെ, ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളും, അത് നിയമനിർമ്മാണ സമിതിയാണെങ്കിലും അത് നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിലും അതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കുന്ന ജുഡീഷ്യറി ആണെങ്കിലും ഒപ്പം ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന മാധ്യമങ്ങളാണെങ്കിലും മതനിരപേക്ഷത കാത്തുസൂക്ഷിച്ചുകൊണ്ട് വേണം പെരുമാറാൻ. അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ കൊളീജിയം ഒരു തവണ കൂടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് സങ്കടകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ മാത്രമല്ല, കുരു പൊട്ടുന്ന ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരെ ഓർത്തിട്ട് നമുക്ക് ദുഃഖിക്കാം. അത്രയേ ഉള്ളൂ.